ഓക്കെ. ഡിയർ ACCA സ്റ്റുഡൻസ്, നമുക്കിനി ഒരു നിയർലി 10 days ആണ് എക്സാമിനുള്ളത്. അപ്പോൾ ഈ ഒരു 10 days വാട്ട് ആർ തിങ്സ് യു ഷുഡ് ബി മേക്കിംഗ് ഷുവർ ദാറ്റ് യു ഹാവ് ഡൺ, ഓർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വിക്ക്ലി ടു ദ വീഡിയോ. ഫൈൻ. സോ ഇതിൽ നിങ്ങൾ പിന്നെ OTQ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്തിട്ടുണ്ടാവണം, എന്താണ് നിങ്ങളുടെ അപ്രോച്ച്. അപ്പോൾ പിന്നെ OTQ ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്തായാലും സ്റ്റഡി ഹബ്ബാണ് ഏറ്റവും റിലൈ ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റഡി ഹബ്ബിലേക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ആൻഡ് സ്റ്റഡി ഹബിൻ്റെ കാര്യം പറയുമ്പോൾ പലരും സേ കാപ്ലാൻ്റെ മെറ്റീരിയലും അതുപോലെ BP കിറ്റും ഒക്കെ നോക്കുന്നവരുണ്ട്. ബട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ സ്റ്റഡി ഹബിൽ ഒരു 31 ഏരിയാസിലായിട്ട് നമ്മളുടെ ചാപ്റ്റേഴ്സിനെ അല്ലെ കണ്ടൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഏരിയാസിലെയും OTQs ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇപ്പം റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ള പ്രീമോക്ക് എടുത്തിട്ട് അവിടെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ലുക്കിംഗ് അറ്റ് ദ പാസ് പേപ്പേഴ്സ്, ലാസ്റ്റ് 3 അറ്റംപ്റ്റിലെങ്കിലും പാസ് പേപ്പേഴ്സ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ചെയ്താൽ ഈ ഒരു കമ്മിങ് ഡേയ്സിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അതിൽ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. സേ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം, ഇന്റേണൽ കൺട്രോൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. എല്ലാം നിങ്ങൾ ഈ ഒരു ടൈം ഗ്യാപ്പിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്താം. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെയാണ് എക്സാമിനർ റിപ്പോർട്ട് പലരും വായിക്കാത്ത അല്ലെങ്കിൽ അത്ര ശ്രദ്ധ കൊടുക്കാത്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 എക്സാമിനർ റിപ്പോർട്ടെങ്കിലും വായിച്ചിട്ട് എന്താണ് കുട്ടികൾ ഫെയിൽ ആവാനുള്ള റീസൺ, അല്ലെ എന്താണ് മാർക്ക് കുറയാനുള്ള റീസൺ എന്ന് ACCAൻ്റെ സൈഡിൽ നിന്ന് അവർ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് വായിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. ACCAൻ്റെ AA യൂസ്ഫുൾ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എക്സാമിനേഴ്സ് റിപ്പോർട്ടൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈൻ. സോ നെക്സ്റ്റ് പോയിന്റ്, ഏതൊക്കെ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ആണ് മിനിമം നിങ്ങൾ വായിക്കേണ്ടത്. ഒത്തിരി ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഉണ്ട്, ഓൾമോസ്റ്റ് 14. അതിൽ ലോ ആൻഡ് റെഗുലേഷൻസ്, റിസ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻറ്റിറ്റി, ഓഡിറ്റ് റിസ്ക്, ഓഡിറ്റ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് ഓഫ് വേജസ്, ഓഡിറ്റ് റിസ്ക് റിപ്പോർട്ട്, ഗോയിങ് കൺസേൺ, അതുപോലെ തന്നെ സബ്സീക്വൻറ്റ് ഇവൻറ്റ്സ്. ഈ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് എങ്കിലും നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം, ഒന്ന് റീഡ് ചെയ്യണം. അഗെയിൻ, ലൈക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി A to Z വായിക്കാനല്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾസ് വായിക്കാം. ഇത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് June 25 എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അത് വായിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറയാണ്. നോ, സെക്ഷൻ എയിൽ അഗെയിൻ വെൻ യു ആർ ഗോയിങ് ഫോർ എക്സാം, ഒരു 54 minutes ആണ് നമ്മൾ സെക്ഷൻ എന് പറയാം. മാക്സിമം യു ക്യാൻ ടേക്ക് 1 hour ടൈം, ദറ്റ് ഈസ് മാക്സിമം. ആൻഡ് സ്റ്റഡി ഹബിൽ നമ്മൾ ഒരു 170 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ 31 സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്രയും നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അഗെയിൻ, നിങ്ങൾ സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടും വൺസ് നിങ്ങൾ ആൻസർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അതന്നെ നോക്കുന്നതാവും നന്നാവുക. സോ മാക്സിമം ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി ഹബ് ഫോർ യുവർ ഒബ്ജക്റ്റീവ് ടു ക്വസ്റ്റ്യൻസ്. ഓൾസോ പ്രീമോക്കിലെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. ഇനി സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു 2 hours അല്ലെങ്കിൽ 2 hours 10 minutes നമുക്ക് ഇതിനായിട്ട് മാറ്റി വെക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉദാഹരണത്തിന് ഇപ്പം ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ അവർ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒത്തിരി നേരം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ സേ നിങ്ങളൊരു ലൈക്ക് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ നോക്കി, അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിലെ ഏരിയാസ് എന്തെങ്കിലും നിങ്ങൾ ഇരുന്നു അതിൽ കുറേ സമയം അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് കുറേ ടൈം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു മിനിമം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്ന് ഉറപ്പായാൽ, സേ ഒരു 30 minutes അല്ലെങ്കിൽ 25 minutes നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ സെക്ഷൻ ബിൻ്റെ അകത്ത്. ആൻഡ് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ, സെക്ഷൻ ബിയിൽ ഓൾമോസ്റ്റ് റെഗുലർ ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ്, ക്വാളിറ്റി കൺട്രോൾ, വീക്ക്നെസ് ആൻഡ് റെക്കമെൻഡേഷൻ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, ഓഡിറ്റ് റിപ്പോർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയാസിലെല്ലാം നിങ്ങൾക്കൊരു എഡ്ജ് ഉണ്ട് എന്നും മിനിമം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നും അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക.
ആൻഡ് നമ്മളൊരു മാർക്കിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് ഒരു 5 അറ്റംപ്റ്റ് എക്സാം സിറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ സബ്സ്റ്റാൻറ്റീവിന് 29% വന്നിട്ടുണ്ട്, ഓഡിറ്റ് റിസ്ക് 24% വന്നിട്ടുണ്ട്. ചില അറ്റംപ്റ്റ് ഒക്കെ സബ്സ്റ്റാൻറ്റീവിൽ ഫുള്ള് വരുന്ന അറിയാം. പക്ഷേ സബ്സ്റ്റാൻറ്റീവ് നിങ്ങൾ കുറേ സബ്സ്റ്റാൻറ്റീവ് ബൈ ഹാർട്ട് ചെയ്യുന്നതിൽ കാര്യമില്ല. എന്നാലും എങ്ങനെയൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് ചെയ്യേണ്ടത്, ലൈക്ക് പർപ്പസ് മനസ്സിലാക്കിയിട്ട്, ആക്ഷൻ മനസ്സിലാക്കിയിട്ട്, ആ ഒരു കേസ് സ്റ്റഡി സിനാരിയോ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആൻസർ കൊടുക്കാൻ വേണ്ടി നോക്കുക. ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസിൻ്റെ അകത്ത് ഒരു 10-50 നമുക്ക് ഒരു മാക്സിമം റിസ്ക്കും റെസ്പോൺസും പറയാം. അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു 8 വരിക. 8 ഒരു 12 അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. 8 നോർമലി ചോദിക്കുക. പിന്നെ ഗവേണൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ്, നോളജ് ക്വസ്റ്റ്യൻസ്, ഓഡിറ്റ് റിപ്പോർട്ട്, കൺട്രോൾ റിസ്ക് ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻസ്, ഡയറക്ട് കൺട്രോൾ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട്. ഈ അറ്റംപ്റ്റിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ISA 220 വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് കോർ ടോപ്പിക്സ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഐ ഹോപ്പ് യു ഓൾറെഡി വുഡ് നോ. അഗെയിൻ സെക്ഷൻ ബിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ റെപ്യൂട്ടേഷൻസ്, ഉദാഹരണത്തിന് ഇപ്പം ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് ആണെങ്കിൽ ന്യൂ ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു നോർമൽ പോയിന്റ് വരാറുണ്ട്. അപ്പോൾ അവിടെ ഡിറ്റക്ഷൻ റിസ്ക് വരും, ഓപ്പണിംഗ് ബാലൻസ് നോക്കണം, അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരണം, സീനിയർ സ്റ്റാഫിനെ കൊണ്ടുവരണം, ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ എഴുതാറുണ്ട്. സോ അങ്ങനെയുള്ള റിപ്പീറ്റേറ്റീവ് ഏരിയാസ് നന്നായിട്ട് നോക്കി വെക്കുക. ലാസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ ചെയ്യുക. എക്സാമിനേഴ്സ് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മിസ്റ്റേക്സ് വരാതെ നോക്കാമെന്ന് മനസ്സിലാക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു അറ്റംപ്റ്റിലേക്ക് ഇമ്പോർട്ടൻ്റ് നോക്കിക്കോ. ഞാൻ ഇമ്പോർട്ടൻറ്റ് നോളജ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഈ അറ്റംപ്റ്റിൽ June 25 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളജ് ക്വസ്റ്റ്യൻസ്. സോ define a significant deficiency in internal control. Describe 4 matters the auditor may consider in determining whether a deficiency in internal control is significant. Describe preconditions for an audit that audit firm should have established prior to accepting audit. Describe 5 components of an entity system of internal control. Explain the purpose of engagement letter. Explain the responsibilities as per ISA 250. State situations in which new engagement letter is sent by auditor. So, പുതിയ engagement letter send ചെയ്യുന്ന പല situations ഉണ്ട്, you would know. In line with ISA 220, quality management for an audit of FS, describe auditor's responsibility in relation to supervising and reviewing. Supervising എന്താണ്, reviewing എന്താണ്. Work performed during the external audit. ഈ ഒരു 7 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് നോളജ് ക്വസ്റ്റ്യൻ ആയിട്ട്. സോ മെയിൻ ആയിട്ട് ജസ്റ്റ് ഇറ്റ്സ് എ ക്വിക്ക് വീഡിയോ, ഇറ്റ്സ് എ സ്മോൾ വീഡിയോ. ഇതിൽ പറയാനുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾ സ്റ്റഡി ഹബിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ചിലത് കുറച്ച് ടഫൊക്കെ ഉണ്ടാവും, കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഡോണ്ട് വറി, നിങ്ങളത് അറ്റൻഡ് ചെയ്ത് പോവുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഒന്ന് റീഡ് ചെയ്യുക. എക്സാമിനേഴ്സ് റിപ്പോർട്ട് 1 അല്ലെങ്കിൽ 2 ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് വരാതിരിക്കാൻ നോക്കാം. മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് കോർ ടോപ്പിക്സ് ആയ ആ ഏരിയാസ് എന്നുള്ള എല്ലാ ഏരിയാസൊന്നും ഒരു 2-3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെന്ന് ഉറപ്പിക്കുക. നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യന് ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾ നോക്കാം. ഓക്കെ ആണോ? ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. ഇറ്റ് വാസ് എ ക്വിക്ക് വീഡിയോ ഫോർ June attempting students, and hope this type of questions would come in exam, and all the very best for your WA paper attending in June.